Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. ആളുകൾ എല്ലാവരും മറ്റേ വിശേഷമായില്ലേ എന്ന് ചോദിക്കുമ്പോ വിശേഷമായിട്ടുണ്ട്. ഇതിൽ വലിയ വിശേഷമില്ല. യൂട്യൂബില് ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ കണ്ടു തുടങ്ങി. ഇവൾക്ക് ആവുന്നില്ലേ, ഇവള് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നവളായിട്ട് ഇവൾക്ക് എന്ത് ഇതുവരെ ആവാത്തത്, ഇവളാണോ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ തന്നെ? എനിക്ക് ആ ക്വസ്റ്റ്യൻസും അതും ഇതൊക്കെ കൂടി എനിക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയി. പക്ഷെ വളരെ സന്തോഷമില്ലേ, ആളുകളൊക്കെ ഇത്രയും കൺസേൺഡ് ആണ്. നമ്മൾ എന്നാണ് കല്യാണം കഴിക്കുന്നത്, എന്നാണ് കുട്ടി. അത് വലിയ സന്തോഷമല്ലോട്ടോ. മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു കാര്യമില്ല വെറുതെ മൂഡ് സ്വിങ്സ്. ഇപ്പൊ ഉമ്മയും ഉപ്പൊക്കെ ചുറ്റിനുണ്ടെങ്കിലും അയ്യോ എനിക്കാരും അങ്ങനത്തെ ഒക്കെ വെറുതെ ഒരു ചിന്ത. വെറുതെ ഇരുന്നിട്ട് ഞാൻ വിഷമിക്കും. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പണ്ടത്തെ കാര്യങ്ങൾ നടന്നത് വരെ ഞാൻ അയവർക്കി വിഷമിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ടെൻഷൻ, കുട്ടി ഓക്കെ ആണോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, കുട്ടി ഓക്കെ അല്ലേ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഒരു സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് വേണം, ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്റെ ടെൻഷനൊക്കെ മാറി. എല്ലാരും പറയും ഓ ലോകത്തെ ആദ്യത്തെ പ്രസവല്ലേ ഇവൾക്ക്. പക്ഷെ എന്റെ ആദ്യത്തെ പ്രസവമാണല്ലോ, എന്റെ ആദ്യത്തെ ഗർഭമാണല്ലോ. അപ്പൊ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ഡ്രീം കാണും, ഇങ്ങനെ കുഞ്ഞു വരുന്നത്, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു ഡ്രീംസും അങ്ങനെയൊക്കെ കാണും. പേർക്ക് അബോഷനോ 4, 5, 6 പ്രാവശ്യം അബോഷനായിട്ട് എന്ന ടെസ്റ്റും സ്കാനൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, എന്താണെന്ന് അറിയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ കൺസേൺ എനിക്ക് കാണുമ്പോൾ, കാരണം ഒരു കുഞ്ഞന്നെ ആകുമ്പോൾ നമുക്ക് അയ്യോ ഒന്നും ആവില്ല. അപ്പോൾ ഓരോ ഇത്ര പ്രതീക്ഷ കൂടിയിട്ടാവുമ്പോൾ ഈ ഓരോന്നായിട്ട് 5-6 അബോഷൻസ് ഒക്കെ കഴിയുന്നത്. അതൊക്കെ എനിക്ക് തന്നെ പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കും. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് പുറത്ത് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ മലയാളികൾ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മലയാളികളോട് പറഞ്ഞ് വളരെ ധൈര്യപൂർവ്വം വളരെ ബോൾഡായിട്ട് മുന്നോട്ട് വന്ന ഒരു പെൺകുട്ടി. അസ്ലാം അർലി എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആയ ഹിലയാണ് നമ്മുടെ ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഹില, വെൽക്കം ടു ദ ഷോ. ഹായ് ചേച്ചി. ഹിലയുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് പ്രഗ്നൻസിയാണ്. അതെ, ആളുകൾ എല്ലാവരും മറ്റേ വിശേഷമായില്ലേ എന്ന് ചോദിക്കുമ്പോ വിശേഷമായിട്ടുണ്ട്, 3-4 മാസമായിട്ടുണ്ട്. അവിടെ നമുക്ക് തുടങ്ങാം. പ്ലാൻ പ്രഗ്നൻസി ആണോ? ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ബേബി ആവാം എന്നുള്ള ഒരു ആഗ്രഹം. പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ കറക്റ്റ് ഓവുലേഷൻ ഡേറ്റ് ഒക്കെ നോക്കി അങ്ങനൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു 2 ഇയേഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ജൂണിലെ 2 ഇയേഴ്സ് ആണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ എന്നാ വേറെ ആയ ഹാപ്പി, അതാണ് ആയത്. ആണ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേ നമ്മൾ അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ ആറ്റുനോറ്റ് ഇതാവോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കാതെ തന്നെ അങ്ങനെയൊക്കെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ എന്തായിരുന്നു? പക്ഷെ ശരിക്കും എനിക്ക് ഒരു സമയത്ത് ഇപ്പൊ ടെൻഷനായി. അത് എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അംജുക്കാടെയും ഒരു പ്ലാൻ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് എന്നുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ വീട്ടുകാരാണ് പറഞ്ഞത് നിങ്ങൾ 2 ഇയേഴ്സ് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ആ സമയത്ത് ആവണം എന്നൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മളും വിചാരിച്ചു ശരിയാ, എൻ്റെ ഏജും അത്ര ഞാൻ ചെറിയൊരു കുട്ടിയല്ല, അമ്മയ്ക്കും ചെറിയൊരു ഏജ് അല്ല, അപ്പൊ നമുക്ക് നോയി തുടങ്ങാം. അപ്പൊ നമുക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ യൂട്യൂബില് ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ കണ്ടു തുടങ്ങി. ഇവൾക്ക് ആവുന്നില്ലേ, പിന്നെ എന്നെ ഹോണ്ട് ചെയ്ത സാധനം ഇവള് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നവളായിട്ട് ഇവൾക്ക് എന്ത് ഇതുവരെ ആവാത്തത്, ഇവളാണോ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ തന്നെ? അപ്പൊ ഞാനാലേക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കുട്ടികളാവാന്നുള്ള ഇവർ ഇത്രയും കാലം ഇത്രയും വർഷമായിട്ട് വായിട്ടലച്ച് ഇവർ മനസ്സിലാക്കി സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കൊച്ചിനാക്കാന്നുള്ളതാണോ, ഇതല്ല എന്നുള്ളതുണ്ട്. അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യൻസും അതും ഇതൊക്കെ കൂടി എനിക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയി. പിന്നെ ആയപ്പോ എനിക്ക് സമാധാനമായി. അതുവരെ ഇല്ലാത്ത ടെൻഷൻ എനിക്ക് യൂട്യൂബിൽ കൂടെ കമന്റ്സിൽ ഓരോരുത്തർ ഇത്രയും കൺസേണോ എന്റെ ഒരു പ്രസവത്തിന്. പക്ഷെ വളരെ സന്തോഷമില്ലേ, ആളുകളൊക്കെ ഇത്രയും കൺസേൺഡ് ആണ്. നമ്മൾ എന്നാണ് കല്യാണം കഴിക്കുന്നത്, എന്നാണ് കുട്ടി. അത് വലിയ സന്തോഷമില്ലോട്ടോ, അത് ഒട്ടും സന്തോഷമില്ല. കാരണം അത് നമുക്കുണ്ടാവില്ലേ കുറച്ചൊക്കെ പ്ലാനുകൾ, വേറെ അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനനുസരിച്ച് നമുക്കൊരു ഇഷ്ടങ്ങളില്ലാതായി മാറും. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏതായാലും അതെല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഈ ഒരു ഫേസിൽ വരെ എത്തി.
അപ്പൊ നമ്മൾ പൊതുവേ പറയേ ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതൊന്നും നാട്ടുകാരെ വിളിച്ച് അറിയിക്കരുത്, പരമാവധി നമ്മളിത് രഹസ്യമാക്കി വെക്കണം എന്നൊക്കെ പറയും. പക്ഷെ അസ്ല അല്ലെ ഹില ആ കാര്യത്തിലൊക്കെ ഒട്ടും അങ്ങനെ മടിച്ചു നിന്ന ഒരാളെ അല്ല. നമ്മുടെ സന്തോഷം എല്ലാവരെയും അറിയിക്കണമെന്ന് ആദ്യമേ ചിന്തിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസിന്റെ കഥകളും ഒക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയെങ്കിലും പേടി തോന്നിയോ, ഇത് ഞാൻ ആദ്യമേ വിളിച്ച് പറയണ്ടായിരുന്നു, കുറച്ച് വെയിറ്റ് ചെയ്യായിരുന്നു? ഞാൻ പക്ഷെ വീഡിയോ ഇട്ട ഉടനെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ കുറേ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു, നീ ഇതിനിപ്പോൾ അനൗൺസ് ചെയ്ത് 3 months കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്താൽ പോരെ. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എപ്പോഴും പറയായിരുന്നു, മോളെ ഇപ്പം അനൗൺസ് ചെയ്യരുത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു ഞാൻ ആ കൊടുത്ത അനൗൺസ്മെന്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് എന്നെ കുറേ ചീത്ത പറഞ്ഞു. പിന്നെ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ജീവിതത്തിൽ വന്നൊരു സന്തോഷമാണ്. അത് എന്താവും എന്നുള്ളത് ആ ദൈവത്തിന്റെ കയ്യിലാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ പ്രസവം കഴിയുന്നവരെ ആ ഒരു ടെൻഷൻ ഉണ്ട്. ഞാൻ എപ്പോൾ അനൗൺസ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ആണ്, നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കും, ഏത് വേണമെങ്കിലും സംഭവിക്കും. എനിക്ക് ആ സന്തോഷം നേടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമാവും. പിന്നെ എന്താണ് വിധിച്ചിരിക്കുന്നത് അതുപോലെ എനിക്ക് നടക്കുള്ളൂ. ഞാൻ അറിയിച്ചു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ വീട്ടുകാർക്കൊക്കെ സർപ്രൈസ് കൊടുത്തു, ഹസ്ബൻഡിന് സർപ്രൈസ് ആയിരുന്നു ആ വീഡിയോ? ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് സർപ്രൈസ് ആയിരുന്നില്ല, ബാക്കി എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞ പിന്നെ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഉമ്മാൻ എന്ത് പറഞ്ഞോ, ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ മോനെ ഇത് ചെയ്യണ്ടെന്ന്? ഉമ്മാക്ക് ഇപ്പോഴും ടെൻഷനാണ്. ഉമ്മാക്ക് ഇപ്പോഴും ഞാൻ ഒന്നാമത് ആക്റ്റീവ് ആയിരുന്നില്ല 3 months. ഞാൻ ഷോർട്സും വ്ളോഗും ഒന്നും ഞാൻ അങ്ങനെ ഇട്ടിരുന്നു, ഷോർട്സ് ഇട്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു 1 week ആയിട്ട് ഞാൻ ആക്റ്റീവായി തുടങ്ങി, വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി ഷോർട്സിന്റെ. അപ്പൊ ഉമ്മാക്ക് ടെൻഷൻ, മോൾ അങ്ങനെ വീഡിയോസ് ഒന്നും അധികം ഇടല്ലേ, ഷോർട്സ് ഒന്നും അധികം ഇടല്ലേ, വേണ്ട അത് ഇതല്ല എന്നൊക്കെ പറയും. ഞാൻ പറയാം ഒന്നും സാരല്ല ഉമ്മ എന്നൊക്കെ പറഞ്ഞ സമാധാനിപ്പിക്കും. ആണ്. എന്തൊക്കെയായിരുന്നു അസ്ലയുടെ ആ ഒരു ജേർണിയിൽ? ഇപ്പൊ ഇതൊരു 4th month കിടക്കുന്നു. ആ ഒരു ജേർണിയിൽ അസ്ല ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച, പേഴ്സണൽ ടെൻഷൻ അടിച്ച എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ടെൻഷനൊന്നുമില്ല, ടെൻഷൻ എന്ന് പറയാനൊന്നുമില്ല. ഇപ്പം ഈവൻ ഡോക്ടർ ഇപ്പം എന്നോട് പറഞ്ഞ് ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിങ് ഉള്ളിലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുവരെ എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര മൂഡ് സ്വിങ്സ്. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. ഒരു കാര്യമില്ല, വെറുതെ മൂഡ് സ്വിങ്സ്. ഇപ്പം ഉമ്മയൊപ്പൊക്കെ ചുറ്റിനുണ്ടെങ്കിലും അയ്യോ എനിക്കാരുമില്ല, അങ്ങനത്തെ ഒക്കെ വെറുതെ ഒരു ചിന്ത, വെറുതെ ഇരുന്നിട്ട് ഞാൻ വിഷമിക്കും. എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പണ്ടത്തെ കാര്യങ്ങൾ നടന്നത് വരെ ഞാൻ അയവർക്കി വിഷമിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് ടെൻഷൻ, കുട്ടി ഓക്കെ ആണോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും കുട്ടി ഓക്കെ അല്ലേ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് വേണം, ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ മാറി. എന്താണെന്നറിയില്ല, ഇത് കേട്ടല്ലേ ടെൻഷൻ വേണ്ടത്, എൻ്റെ ടെൻഷനൊക്കെ മാറി. പിന്നെ ഞാൻ അത് ആലോചിച്ചിട്ട് സ്ട്രെസ് അടിക്കും. ഈ ദിവസം വരെ എനിക്ക് ആ കാര്യത്തിൽ ആലോചിച്ചിട്ട് ടെൻഷനില്ല, ഞാൻ വളരെ കൂളായി. പിന്നെ ലാസ്റ്റ് സ്കാനിൽ വരെ ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പോഴും ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട്. ആണോ, ആ മാറും സാധനം, ടെൻഷനൊന്നുമില്ല. പിന്നെ ആണ് ഈ നമ്മള് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് അറിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീസ് അവോയ്ഡ് ചെയ്യുക, ഡേറ്റ്സ്, പൈനാപ്പിൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, പിന്നെ പ്രോൺസ്, ഷെൽ ഫുഡ്സുകൾ, അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇന്ന ഫുഡ് കഴിയുക അങ്ങനെ ഒന്നുമില്ല. ഒരു മദർ ഫുഡൊക്കെ ഉണർന്നു തുടങ്ങിയോ? അത് സത്യം പറഞ്ഞ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനല്ല, ഇപ്പൊ ഫുൾ ടൈം ചിന്ത എന്ന് പറഞ്ഞാൽ കുട്ടി ഹെൽത്തി അല്ലേ, കുട്ടി ഓക്കെ അല്ലേ എന്നൊക്കെ ഉള്ള ആ ഒരു സാധനം ഭയങ്കരമായിട്ടുണ്ട്. അല്ലാണ്ട് ഇന്ന പ്രിപ്പറേഷൻസ് ഇപ്പൊ ബേബി വരണാക്കിയിട്ട് ഇത് വേണം അത് വേണം അങ്ങനെ ഒരു പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ഇപ്പൊ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഹെൽത്തി ആയിട്ട് വരണം. അപ്പോൾ എന്താ പറയാ, അത് മാത്രമല്ല, അല്ലാണ്ട് എനിക്ക് ഇത് മേടിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനൊന്നും ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? പിന്നെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വലിയ വിഷമമുണ്ട്. അതായത് ഞാൻ ഇവിടെയും ഹസ്ബൻഡ് അവിടെ ആയി പോയല്ലോ, ഇവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ തോട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞിന്റെ അച്ഛൻ എപ്പോഴും നമ്മളെ കൂടെ വേണം. പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറയണത് അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ ഒരു സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രസൻസ് വേണ്ടത്, വേറെ ഒരു സമയത്തും അല്ല വേണ്ടത്. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ കൂടെ ഇല്ലാത്തത് എന്നെ സംബന്ധിച്ച് അതൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. എനിക്ക് വെറുതെ ഇരിക്കുമ്പോ കരച്ചിൽ വരുന്നത് അത്രയും സങ്കടം എനിക്കുണ്ട്. കാരണം എനിക്ക് ആകെയുള്ള പ്രശ്നം വെച്ചാൽ രാത്രി ഉറക്കം ഒട്ടും എനിക്കില്ല. എനിക്ക് ഒട്ടും രാത്രി ഉറക്കം എന്ന് പറഞ്ഞ സാധനമില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, അങ്ങോട്ട് എനിക്ക് കാല് കടയുന്ന പോലെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോൾ ആ സമയത്തൊക്കെ അയ്യോ അംജുക്ക് കൂടില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട്. ആണ്. അപ്പൊ ഇനി പ്രഗ്നൻസി ജേർണി ഇതുവരെ 4 മാസം തന്നെ വലിയ നല്ല രസമാണല്ലോ. ദുബായിലുള്ള ഹോസ്പിറ്റലുകൾ, കേരളത്തിലുള്ള ഹോസ്പിറ്റലുകൾ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി UK ഹോസ്പിറ്റലുകൾ. ഇത് ഇങ്ങനെ ഇങ്ങനെ പല പല ഡോക്ടർമാരെ കാണുമ്പോൾ പേഴ്സണലി ഹിലയ്ക്ക് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എവിടെ ആയിരിക്കും കൂടുതൽ ഒരു പേഴ്സണൽ കെയർ കിട്ടിയിട്ടുള്ളത്? അങ്ങനെ ഒരു തോട്ട്? ഇല്ല, ഞാൻ സത്യത്തിൽ ഫുള്ള് ഇപ്പൊ നോക്കിയേക്കുന്നത് ദുബായിൽ തന്നെയാണ് ഞാൻ ആക്കിയത്. കാരണം UK ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ ദുബായിൽ വന്നിട്ടാണ് ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ UK തിരിച്ചു പോയിട്ടില്ല. പിന്നെ ഇപ്പൊ നാട്ടിൽ വന്ന് ഇന്ന് നമ്മുടെ ഇന്റർവ്യൂടെ അന്നാണ് എനിക്ക് നാട്ടില് സ്കാനൊക്കെ ഉണ്ടായിരുന്നത്. ഒറ്റ ഒരു വട്ടം ഇപ്പൊ TT എടുക്കാണ്ടായിരുന്നു. ആ TT എടുത്ത കാര്യങ്ങൾ അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ 2 സ്ഥലത്തും ഡോക്ടർമാരും ഭയങ്കര, പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്നും കൂടി നമ്മൾ ഭയങ്കര എന്താ പറയാ അത്രയും സമാധാനിപ്പിച്ചും സ്നേഹത്തിലായിരിക്കും തോന്നുന്നുണ്ട് അവര് ഇതാക്കുക. എനിക്ക് 2 സ്ഥലത്തും ഒരുപോലെ എനിക്ക് തോന്നിയത്. എന്നാൽ എനിക്ക് പ്രസവം നടക്കുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നാട് അല്ലെങ്കിൽ ദുബായ്, അത്രേ ഉള്ളൂ. UK എനിക്കൊരു ഓപ്ഷനേ അല്ല. അല്ലേ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ അംജുഖാനോട് ഈ സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് ലീവൊക്കെ എടുത്ത് വന്നേക്കണം കേട്ടോ എന്നുള്ള ആ ഇൻസ്ട്രക്ഷൻസ്? അത് അംജുഖാനോട് പറയേണ്ട ആവശ്യമില്ല. കാരണം അവൻ എന്തായാലും ഡെലിവറി ടൈം എങ്ങനെയെങ്കിലും എത്തിയിരിക്കും. അതിപ്പോ ഇനി ജോലി കളഞ്ഞിട്ടാണെങ്കിലും അവൻ വരാൻ നോക്കും. അതെനിക്ക് നന്നായിട്ട് അതുകൊണ്ട് എനിക്ക് അത് അവനോട് പറയേണ്ടി വന്നിട്ടില്ല. നീ ഡെലിവറി ടൈമിന് എത്തിക്കോളിനെ എന്നുള്ള സാധനം പറയേണ്ടി വന്നിട്ടില്ല. കാരണം എന്നെക്കാളും ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കൺസേണും ഈ കാര്യത്തിലുണ്ട്. നല്ല പോലെ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം അവിടെ നല്ല അറിഞ്ഞത്, ഐ മീൻ പുള്ളിയുടെ അടുത്തിരുന്നല്ല അറിഞ്ഞതെന്നുള്ളതിന്റെ ഒരു വിഷമം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വിഷമം ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും കണ്ടില്ല. ഞാൻ അവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. കാരണം കുറേ ആയില്ല ഇപ്പൊ ഞാൻ എത്രയായി ഇപ്പൊ അവിടെ നിന്ന് വിട്ടിട്ട് പോന്നേക്കുന്ന. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടെന്നല്ലാണ്ട് ഇവിടെ നിന്നാണ് അറിഞ്ഞ അതൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പാമ്പേർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. കുറച്ച് കഴിയുമ്പോൾ എനിക്കിനി UK തിരിച്ചു പോകണം, അപ്പൊ വീണ്ടും എല്ലാ കാര്യങ്ങളും എൻ്റെ ഉത്തരവാദിത്തത്തിൽ വരും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ ഉണ്ടോ? അങ്ങനെയൊന്നും ടെൻഷനൊന്നുമില്ല. കാരണം എനിക്ക് ചോദിച്ചു ഞാൻ എന്തോ ടെൻഷൻ ഉണ്ടാക്കുന്നു. ഇല്ല അതെനിക്ക് ഉറപ്പ്. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാവില്ല എന്നുള്ളൊരു എനിക്കൊരു വിശ്വാസമുണ്ട്. കാരണം ഇപ്പം അംജുക്ക ആണെങ്കിലും അങ്ങനെ നീ എന്നെ ഒറ്റക്കെല്ലാം നോക്കിക്കോ അങ്ങനത്തെ ഒരു ടൈപ്പല്ല. പിന്നെ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റക്കാവില്ല. എന്നാലും ഇപ്പം ഇവിടെ കിട്ടുന്ന പോലത്തെ ഇപ്പോൾ എന്താ പറയാ ഉമ്മ ഇങ്ങനെ സമയം വെച്ചിട്ടല്ലേ നമുക്ക് ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും. പിന്നെ എൻ്റെ എന്താ പറയാ ഇപ്പൊ ഷെക്കിയുമ്മ മുന്തുമ്മയുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ചുറ്റുവട്ടത്ത്. അപ്പം അവർ ഓരോ ദിവസം ഇവരൊക്കെ ഇങ്ങനെ പുതിയുള്ള ഫുഡുകൾ കൊണ്ടുതരും. ആ ഒരു സംഭവം ചിലപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ കഴിച്ച് വണ്ണം വെക്കണമെന്നില്ല അല്ലേ? നമ്മുടേതായ പ്രോട്ടീൻ റിച്ച് ഫുഡിലേക്കൊക്കെ മാറുമല്ലോ. അങ്ങനെ മൊത്തത്തില് ഇപ്പത്തെ ഒരു മാനസികാവസ്ഥ എന്താ? ഇപ്പത്തെ മാനസികാവസ്ഥ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യത്തില്. ഇപ്പൊ എല്ലാരും പറയും ഓ ലോകത്തെ ആദ്യത്തെ പ്രസവല്ലേ ഇവൾക്ക്. പക്ഷെ എന്റെ ആദ്യത്തെ പ്രസവമാണല്ലോ, എന്റെ ആദ്യത്തെ ഗർഭമാണല്ലോ. അപ്പൊ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അല്ല കുറെ പേര് പറയും പിന്നെ ഇവള് മാത്രമല്ലോ പ്രസവിച്ചു, പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു അനുഭവം അല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരിക്കും. നമ്മൾ തന്നെ ഇടക്കൊക്കെ ഞാൻ അങ്ങനെ ഡ്രീം കാണും, ഇങ്ങനെ കുഞ്ഞു വരുന്നത്, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു ഡ്രീംസും അങ്ങനെയൊക്കെ കാണുന്നു. മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഇനി എങ്ങനെയായിരിക്കും ലൈഫ് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് ഇടയ്ക്ക് UK പോയി ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ മാറാൻ തുടങ്ങിയ ഒരാളായിരുന്നില്ലേ? ഇനി എന്തായിരിക്കും വീണ്ടും റീസ്റ്റാർട്ട് എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ എന്താ പറയാ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല എന്തായാലും കാര്യങ്ങൾ നടക്കുന്നത്. എൻ്റെ ലൈഫിലെല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതാ. ഒരു ഫ്ലോയില് ഞാൻ തന്നെ വിചാരിക്കാത്ത കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്നത്, ഞാൻ തന്നെ ഇതാക്കുന്ന. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താണെങ്കിലും നല്ലത് ഇപ്പൊ ഏതാണെങ്കിലും വരുന്നോടത്ത് വെച്ച് കാണാം. ഇപ്പൊ ആകെ ഉള്ളത് ബേബി പറഞ്ഞു. ഇപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഇപ്പൊ കൂടുതൽ പ്ലാൻ ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ ജോലിയൊന്നും എന്തായാലും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം കുഞ്ഞൊന്ന് വളരാണ്ട് ഇപ്പൊ അവിടെ ആരുണ്ട് കുഞ്ഞിനെ നോക്കാൻ? എന്റെ തന്നെ കെയർ ഇല്ലാണ്ട് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ബേബി, പിന്നെ എന്താണോ അത് അനുസരിച്ചിട്ട്. ഇത് പ്രഗ്നൻസി റിവീൽ ചെയ്തതിന് ശേഷം ഹില കേട്ട ഏറ്റവും കൂടുതൽ കമന്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഒത്തിരി പേര് ഇങ്ങനെ അത് അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ നമുക്ക് മെസ്സേജുകൾ അയക്കുമല്ലോ. എനിക്ക് സംശയം എൻ്റെ ലൈഫിൽ വെച്ച് അവര് സംശയം ചോദിച്ചത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണോ ഞാൻ പ്രഗ്നന്റ് ആയേ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അറിയാത്തത് ഞാൻ എന്താണ് അവർക്ക് അങ്ങനെ ചിന്ത വന്നേന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടുള്ളൂ, എന്റെ 2 വർഷമായിട്ടില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്കപ്പോ ആ സമയത്ത് തോന്നിയേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ
ഇത്ര കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു 5-6 വർഷമായിട്ട് കുഞ്ഞുങ്ങളാവാത്തവർക്ക് എത്ര ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടായിരിക്കും അല്ലെ? എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും. എനിക്ക് ഈ 1.5 വർഷമായിട്ട് തന്നെ എനിക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ അത് ഇവിടെ ഇല്ലാത്ത ആള് എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് എനിക്ക് ആ ഒരു സമയത്ത്. അപ്പൊ ഞാൻ ആലോചിക്കും എന്തിനാ അവരിങ്ങനെ ഇപ്പൊ ഇതന്നെ ആയപ്പോ എന്നോട് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ട്രീറ്റ്മെന്റ് എന്താണോ, എവിടെയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഇപ്പൊ വരുന്ന കമന്റ്സ് എനിക്ക് അതിനേക്കാളും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്, കാരണം കുറേ പേർക്ക് അബോഷനോ 4, 5, 6 പ്രാവശ്യം അബോഷനായിട്ട് എന്നാൽ ടെസ്റ്റും സ്കാനും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ കൺസേൺ എനിക്ക് കാണുമ്പോൾ, കാരണം ഒരു കുഞ്ഞന്നെ ആകുമ്പോൾ നമുക്ക് അയ്യോ ഒന്നും ആവലേ. അപ്പോൾ ഓരോ ഇത്ര പ്രതീക്ഷ കൂടിയിട്ടാവുമ്പോൾ ഈ ഓരോന്നായിട്ട് 5-6 അബോഷൻസ് ഒക്കെ കഴിയുന്നത്. അതൊക്കെ എനിക്ക് തന്നെ പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഈ അസ്ലാം മർലി യൂട്യൂബ് ചാനലിന്റെ ഒരു വളർച്ച ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തത് കോവിഡ് സമയത്ത് നമ്മള് ചേച്ചി തുടക്കിട്ടത് ചേച്ചി ഒരു വീഡിയോ കോൾ ഇന്റർവ്യൂ. അതിനുശേഷം പിന്നീട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അസ്ലയുടെ കല്യാണമാണ്. ആ സമയത്ത് കല്യാണം, പക്ഷെ ആ ആളെ ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് ഞാനിങ്ങനെ വണ്ടടിച്ചിരുന്നു, ഈശ്വര ഇതുവരെ ഒരാളെ കാണാത്ത ആളെ കല്യാണത്തിലേക്ക് കൊണ്ടുവരുമ്പോ എന്തായിരിക്കും. ചോദിച്ചിട്ടുണ്ട്. എൻഗേജ്മെന്റ് വരുമ്പോഴും ആളിവിടെ ഇല്ല. അതിനുശേഷം കല്യാണത്തിനാണ് അംജുക്ക് ഇവിടെ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ജേണിയില്ലേ, അതില് എപ്പോഴെങ്കിലും നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ് പാർട്ട്ണറായിട്ട് വന്നതെന്ന് എവിടെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതേപോലെ ഇപ്പൊ വീഡിയോ കോളിലും അതിലൊക്കെ കണ്ട സെയിം ആൾ തന്നെയാണ്. ഈ 2 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ എനിക്ക് ആ ഒരു ചേഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മള് നല്ല ഫേസ് മാത്രമല്ലല്ലോ കാണാം, രണ്ടുപേരുടെയും ഒരു മോശം ഫേസും കൂടി കാണുമല്ലോ. തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസങ്ങളല്ലാണ്ട് ഇപ്പൊ അങ്ങനല്ലാണ്ട് ആ ആള് സെയിം അതേപോലെ തന്നെയാണ്. കാരണം അതേ രീതിയിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയാണ് വിഷമം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ദേഷ്യം മാത്രമാണോ നമ്മൾ ചിലപ്പോൾ കാണാണ്ടിരിക്കുന്നുണ്ടായിരിക്കുക, കാരണം നമ്മൾ ഡേറ്റിംഗ് ഒരു ഫേസ് ആണല്ലോ സമയം. അപ്പൊ അത് മാത്രമാണ്. ഒരു പുതിയതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഒരു ദേഷ്യമുള്ള മുഖമായിരിക്കും, ഒരു മാറ്റം, അല്ലാണ്ട് ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, ഉണ്ടായിട്ടില്ല അല്ലെ? ഈ ഇപ്പൊ അസ്ലയെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ ഇറിറ്റേറ്റഡ് ആവാനായിട്ട്. അപ്പൊ അങ്ങനെ അസ്ലയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിന് മറുപടി കൊടുത്താലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ വരും. എനിക്ക് ചിലപ്പോ ഉണ്ട് ചില കമന്റ്സ് എന്നെ കാണുമ്പോൾ, ചില കമന്റ്സ് ഇത് റിലേറ്റഡ് അല്ലെങ്കിൽ പോലും ചില കമന്റ്സ് കാണുമ്പോൾ ഒരു റിപ്ലൈ കൊടുത്താലും റിപ്ലൈ ഞാൻ പറയും ഇല്ല, കൺട്രോൾ ഓക്കെ. വീട്ടില് വെള്ളം വെക്കുന്ന വെച്ചുകൊണ്ട പോലെയല്ല സോഷ്യൽ മീഡിയയിൽ ഇരുന്ന കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നാളെ എനിക്ക് വയ്യ, കൺട്രോൾ എന്ന് ഞാൻ തന്നെ പറയും. അല്ലാതെ ഇപ്പൊ ദേഷ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് തീരെ ഇല്ലാത്തൊരു സ്വഭാവമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അറ്റൻഷൻ വേണം, ഭയങ്കരമായിട്ട് കെയർ വേണം എന്നൊക്കെ ഉള്ള ഒരു സാധനം എനിക്ക് അങ്ങനെ ഞാൻ ക്രേവ് ചെയ്യാത്തൊരാളാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ ഒരു അറ്റൻഷൻ വേണം, എനിക്ക് തന്നെ ഒരു കെയർ വേണം, എന്നെ പാമ്പർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു സാധനം എനിക്കുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കുന്ന കാര്യമല്ല, എന്നോട് ഇഷ്ടം കുറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. അത് സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ഇതല്ല, പക്ഷെ ഈ ഒരു ടൈമിന്റെ ഞാൻ തോന്നുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ദേഷ്യം വരത്തില്ല, ഭയങ്കരമായിട്ട് വിഷമം വരും, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. അപ്പൊ ഞാൻ തന്നെ അറിയാണ്ട് കുടുകുടാ കണ്ണീന്നൊക്കെ എനിക്ക് വെള്ളമൊക്കെ വരും, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവും. ശരിക്കും ഞാൻ സത്യത്തിൽ ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പൊതുവെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക കുറച്ച് റിസർവ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഒരു മലയാളിയുടെ ഒരു പൊതുബോധമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ പൊതുവെ പെൺകുട്ടികൾ കുറച്ചൊന്ന് ഉൾവലിയാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ബോൾഡായിട്ടുള്ള ടോപ്പിക്കുകൾ, അതിനെ അത്രയും ബോൾഡായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ളൊരു ധൈര്യം ഈ കുട്ടിക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് എന്ന്. പിന്നെ ഞാനൊക്കെ ഞാൻ വളരെ ബോൾഡാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. പക്ഷെ എന്നോട് ചോദിക്കുകയാണ് ഇത്തരം ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4 തവണ ഇരുന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ, എന്തായിരിക്കും ആൾക്കാർ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ. ഈ ഒരു ധൈര്യമൊക്കെ എവിടെന്നാ ശരിക്കും ഹിലയ്ക്ക് കിട്ടിയത്? അറിയില്ല, ആ ധൈര്യം എൻ്റെ തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ഇതിപ്പോ എൻ്റെ ഉമ്മാനോട് ഈ ടോപ്പിക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഒരിക്കലും ടോപ്പിക്ക് ഇങ്ങനത്തെ സംസാരിക്കും തോന്നുന്നില്ല. ഇപ്പൊ എൻ്റെ വീട്ടിലും എനിക്കറിയില്ല അങ്ങനെ അത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ധൈര്യമായിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജഡ്ജ്മെന്റ്സ് പേടിയാണ് സത്യത്തിൽ. എനിക്ക് ആൾക്കാരെ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ്. പിന്നെ ഞാൻ വിചാരിക്കും
ജീവിക്കേണ്ടത് ഞാൻ, അനുഭവിക്കേണ്ടത് ഞാൻ, എന്തും തരണം ചെയ്യേണ്ടത് ഞാൻ. ബാക്കി ആരും എനിക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനോ കൊണ്ടുവരാനോ എനിക്കിവിടെ ആരുമില്ല. ഞാൻ തന്നെ വിചാരിക്കണം. പിന്നെ ഞാൻ മറ്റുള്ളവരെ നോക്കിയിട്ട് എനിക്ക് ഒരു കാര്യവുമില്ല, ഒരു ഗുണവും കിട്ടുന്നില്ല. പിന്നെ എന്താണോ മനസ്സ് പറയുന്നത് അത് ചെയ്യുക. കുറ്റപ്പെടുത്തുന്നവരുണ്ടായിരിക്കും, കുറ്റപ്പെടുത്തുമ്പോൾ വിഷമം വരും. ഓക്കെ എന്ന് വെച്ചിട്ട് എനിക്ക് ശരിയാന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അല്ലെങ്കിലും പിന്നീട് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. അയ്യോ ഞാൻ അന്ന് ചെയ്യായിരുന്നു, അന്ന് ചെയ്യായിരുന്നു. ഈ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുമ്പോഴും ആ സമയത്ത് മലയാളത്തില് മലയാളി പെൺകുട്ടികൾ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്ത്, പ്രത്യേകിച്ച് എന്റെ ഏജ് ആ സമയത്ത് നോക്കുമ്പോൾ എന്റെ ഏജിൽ ആരും വന്ന് സംസാരിക്കുന്നില്ല. ആ സമയത്താണ് എനിക്ക് തോന്നിയത് സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാന്നുള്ളത്. ഞാൻ കുറച്ചും കൂടി ലേറ്റ് ആക്കി ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പൊ എല്ലാവരും മിക്കവരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്തേനെ, അയ്യോ അന്ന് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മലയാളം സെക്സ് എഡ്യൂക്കേഷൻ ഒരു പെൺകുട്ടി വന്ന് എന്റെ ഒരു പേരായിരിക്കും ഓർക്കുന്നുണ്ടായിരിക്കാം. 4-5 വർഷം കഴിഞ്ഞ് എല്ലാരും ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അത് ആരും എന്നെ ഓർക്കില്ലല്ലോ. ഞാൻ നമ്മുടെ അച്ഛനെയോ നമ്മുടെ അമ്മയെയോ നമ്മുടെ ഹസ്ബൻഡിനെയോ ഒക്കെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാവരോടും നടന്ന് നമ്മുടെ റിലേറ്റീവ്സിനോടും നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാനിത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, എൻ്റെ മനസ്സ് പറയുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് വളരെ അടുത്ത ആളുകളിൽ നിന്ന് ആരെങ്കിലും നിന്ന് അങ്ങനത്തെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം? ഞാൻ ചോദിക്കാനും പോയിട്ടില്ല, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനും ഞാൻ നിന്നിട്ടില്ല. എനിക്കുണ്ടായിരുന്നു എൻ്റെ ചില റിലേറ്റീവ്സിന്റെ ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ പാരൻസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ ജനറേഷൻ ഡിഫറൻസ് ഉണ്ട്. അപ്പം അവർക്കിത് കാണുമ്പോൾ അശ്ശേ എന്താ ഒരു കുട്ടിയല്ലേ ഇങ്ങനെ എന്നുള്ള സാധനം ആ സമയത്തൊക്കെ അവർക്ക് ഒരു മോശം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അങ്ങനത്തെ ഒരു സാധനം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ എൻ്റെ പാരൻസ് ഭയങ്കര ബോൾഡായിട്ടൊക്കെ അവർക്ക് ഉത്തരം കൊടുക്കും, അതിനെന്താ അത് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അവർ പറയും. ഇതിനെ പോലെ ചിലപ്പോൾ അവർക്ക് ഉള്ളിൽ ചിലപ്പോൾ ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതേ ആൾക്കാർ എൻ്റെ ചാനൽ ക്ലിക്ക് ആവുകയും ഇപ്പം ഇൻ്റർവ്യൂസ് വരെയും ഓരോ ആർട്ടിക്കിൾസ് വരെയൊക്കെ ആയപ്പോൾ അവർ എന്നെ തന്നെ സെയിം ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സ് ഭയങ്കര അഭിമാനം, നിങ്ങൾക്കറിയുന്ന കുട്ടിയാണോ, നിങ്ങൾക്കറിയുന്ന ഫാമിലിയാണോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ, ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവരെന്നെ പറയുമ്പോൾ അതെന്നെ എനിക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ആ പറയുന്നവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണല്ലേ കാര്യം. തീർച്ചയായിട്ടും. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.